ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സ്റ്റിച്ചിങ് ചാർജിനെ കുറിച്ചാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ പറയുന്നത് എൻ്റെ ഏരിയയിലുള്ള ഒരു സ്റ്റിച്ചിങ് ചാർജാണ് കേട്ടോ. ഞാൻ താമസിക്കുന്നത് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്. അപ്പോൾ പാലക്കാട് ജില്ലയിൽ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ സ്റ്റിച്ചിങ് ചാർജാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ പറയുന്ന ചാർജ് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങളുടെ സ്ഥലത്ത് എത്രയാണെന്ന് വെച്ചാൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് നിങ്ങളുടെ അടുത്തുള്ള ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, തയ്ക്കുന്ന ചേച്ചിമാരൊക്കെ ഉണ്ടല്ലോ, ആ ചേച്ചിമാരോടൊക്കെ ചോദിച്ചിട്ട് ആ ഒരു റേറ്റ് തന്നെ നിങ്ങൾ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങളിപ്പോൾ ബിഗിനേഴ്സാണ്, അപ്പോൾ തയ്ച്ച് പഠിച്ച് വരുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചാർജ് കുറയ്ക്കേണ്ട കാര്യമില്ല. നമ്മൾ എത്ര ചാർജാണോ ആദ്യം വാങ്ങുന്നത് അത് തന്നെയാണ് നമുക്ക് കുറച്ച് നാളത്തേക്ക് തുടർന്നുകൊണ്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ. എപ്പോഴും എപ്പോഴും നമുക്ക് ചാർജ് കൂട്ടാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് പറയുമ്പോൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചതിന് ശേഷം മാത്രം പറയുക കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമ്മൾ ഉറച്ചു നിൽക്കുക. പിന്നെ പറയാനുള്ളത്, പല സ്ഥലങ്ങളിലും പല റേറ്റാണ്. ഇതിൻ്റെ ഇരട്ടി ചാർജാണ് ടൗണിൽ. അപ്പോൾ ഒരു ചുരിദാറൊക്കെ തയ്ക്കണതിന് 680 700 രൂപ വരെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന ചാർജ് കേട്ടോ. ഞാൻ സാധാരണ നോർമൽ ചുരിദാർ തയ്ക്കാനായിട്ട് 300 രൂപയാണ് മേടിക്കാറുള്ളത്, ലൈനിങ് ഇല്ലാതെ. സാധാരണ കോട്ടൺ ചുരിദാർ തയ്ക്കുന്നതിന് 300 രൂപയാണ്. പാൻറ്റ് സഹിതം തയ്ക്കുന്നതിന്, അതായത് നോർമൽ പാൻറ്റ് സഹിതം തയ്ക്കുന്നതിനാണ് 300 രൂപ റേറ്റ് വരുന്നത്. പിന്നെ തുണിയുടെ അനുസരിച്ച് കുറച്ചുകൂടെ കൂടി വരും. ഇനി ബാക്കിൽ സിബ് വെക്കണമെങ്കിൽ അതിനനുസരിച്ച് 50 രൂപയോളം കൂടി വരും കേട്ടോ. അപ്പോൾ അതൊക്കെ വ്യത്യാസം വരാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ലൈനിങ് ചുരിദാർ തയ്ക്കുന്നതിന് 400 രൂപയാണ് വാങ്ങുന്നത്. ലൈനിങ് ഈ പറഞ്ഞ പോലെ ലൈനിങ് നമ്മൾ വാങ്ങുവാണെങ്കിൽ ഒരു എക്സ്ട്രാ ഒരു 100 രൂപയുടെ അടുത്ത് ചാർജും കൂടെ വരും. അതല്ല അവർ മേടിച്ചുകൊണ്ട് തരുവാണെങ്കിൽ നമ്മൾ 400 രൂപയ്ക്കാണ് തയ്ച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ തുണി അനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. ചില തുണികൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് തയ്ച്ചാലും തീരില്ല. ചില ചുരിദാർ അത്രയ്ക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് 50 രൂപയൊക്കെ കൂട്ടി മേടിക്കാറുണ്ട് കേട്ടോ. ഇനി നമ്മൾ നോർമൽ പാൻറ്റും അതുപോലെ തന്നെ പലാസോ പാൻറ്റും ഉണ്ടല്ലോ, അതായത് ഫ്രണ്ടിൽ പടിയുള്ളതല്ല, സാധാരണ എലാസ്റ്റിക് വെച്ചുള്ള പാൻറ്റ് തയ്ക്കാനായിട്ട് നമ്മൾ 150 രൂപയാണ് മേടിക്കുന്നത്. ഫുള്ളായിട്ട് എലാസ്റ്റിക് വെച്ചുള്ള പാൻറ്റിന് 150 രൂപയാണ് കേട്ടോ മേടിക്കുന്നത്. സിഗരറ്റ് പാൻറ്റിനും മറ്റു പാൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അതിന് ഇതിനേക്കാൾ കുറച്ചുകൂടെ റേറ്റ് കൂടും. സിഗരറ്റ് പാൻറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ എലാസ്റ്റിക്, പിന്നെ സൈഡിൽ പോക്കറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമല്ലോ. അപ്പോൾ അതിനൊക്കെ നമ്മൾ 250 രൂപയാണ് മേടിക്കുന്നത്. സിഗരറ്റ് പാൻറ്റ് അല്ലെങ്കിൽ സ്ട്രെയിറ്റ് പാൻറ്റ് അങ്ങനെയുള്ള പാൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിനൊക്കെ നമ്മൾ 250 റുപ്പീസാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ അത്രയാണ് നമ്മൾ മേടിക്കുന്നത്. ഈ ഒരു ഏരിയയിൽ ഇത്രയാണ് എല്ലാവരും തന്നെ മേടിക്കുന്നത് കേട്ടോ. പിന്നെ ടൗണിലേക്ക് വരുമ്പോൾ അതിൽ കൂടും, അതിൻ്റെ ഇരട്ടിയാവും. അപ്പോൾ നമുക്കിപ്പോൾ റെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം വീട്ടിലിരുന്ന് തയ്ക്കുന്നത് കൊണ്ട് ഇത്രയാണ് വാങ്ങുന്നുള്ളൂ. ഇനി നമുക്ക് സാരി ബ്ലൗസ് നോക്കാം. സാരി ബ്ലൗസിന്, നോർമൽ ബ്ലൗസിന് നമ്മൾ 250 രൂപയാണ് മേടിക്കുന്നത്. 250 രൂപയ്ക്കാണ് സാധാരണ തയ്ച്ചു കൊടുക്കുന്നത്. അതിപ്പോൾ നെക്ക് ഏതായാലും അതൊന്നും ഞാൻ നോക്കാറില്ല. 250 രൂപയ്ക്കാണ് തയ്ച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി ലൈനിങ് ബ്ലൗസ് ആകുമ്പോൾ നമുക്കതിൽ കൂടും. 2 ബ്ലൗസ് തയ്ക്കണ പോലെയാണ് നമുക്കൊരു ലൈനിങ് ബ്ലൗസ് ഇട്ട് തയ്ക്കുന്നത്. ലൈനിങ് ബ്ലൗസ് തയ്ക്കാനായിട്ട് അത്രയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതിന് നമ്മൾ 350 രൂപയാണ് മേടിക്കുന്നത്. ടൗണിലൊക്കെ അതിന് 680 700 രൂപയാണ് കേട്ടോ. അതുപോലെ തന്നെ ചുരിദാറിനാണെങ്കിൽ 850 രൂപ വരെ തയ്ക്കുന്ന സ്ഥലങ്ങളുണ്ട്. പിന്നെ പ്രിൻസസ് കട്ട് ബ്ലൗസിന് നമ്മൾ വാങ്ങുന്നത് 400 രൂപയാണ് കേട്ടോ. പ്രിൻസസ് കട്ട് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ സൈഡിൽ സിബൊക്കെ വരും. അപ്പോൾ ആ രീതിയിലുള്ളതൊക്കെ ആണ് കുട്ടികൾ, വലിയ കുട്ടികളായിരിക്കും കൂടുതൽ ഇടുന്നതല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ബ്ലൗസിനൊക്കെ നമ്മൾ 400 രൂപയാണ് മേടിക്കുന്നത്. ഇനി പട്ടുപാവാട, കുട്ടികളുടെ പട്ടുപാവാട, അതായത് ഒരു 8-9 വയസ്സ് വരെയുള്ള കുട്ടികളുടെ പട്ടുപാവാടയൊക്കെ തയ്ക്കുന്നതിന് ഞാൻ 300 രൂപയാണ് മേടിക്കുന്നത്. ബ്ലൗസ് ലൈനിങ് കിട്ടും, പാവാട ലൈനിങ് ഇല്ലാതെ തയ്ക്കുന്നതിന് 300 രൂപയാണ് മേടിക്കുന്നത് കേട്ടോ. ചുരിദാർ തയ്ക്കുന്ന അതേ വില തന്നെയാണ്. അതുപോലെ തന്നെ വലിയവരുടെ ടീനേജേഴ്സിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മൾ 450 രൂപയാണ് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു റേറ്റിലാണ് മേടിക്കുന്നത്. അപ്പം അധികം കൂടുതലാണോ അതോ കുറവാണോ എന്ന് നിങ്ങൾ പറ കേട്ടോ. നിങ്ങളുടെ ഏരിയയിൽ എത്രയാണെന്നും കൂടെ പറ.
പിന്നെ മാക്സി ഡ്രസ്സ് തയ്ക്കുന്നതിന് നമ്മൾ 200 രൂപയാണ് മേടിക്കുന്നത്. ഒരു നോർമൽ ചുരിദാർ കട്ടിങ് മാക്സി ഇല്ലേ, അത് തയ്ക്കുന്നതിന് 200 രൂപയാണ് മേടിക്കുന്നത്. പിന്നെ അതിൽ ലേസ് എന്തെങ്കിലും അറ്റാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് എക്സ്ട്രാ നമ്മൾ അതിൻ്റെ വേറെ പൈസ മേടിക്കും. പിന്നെ ഗൗണൊക്കെ ലോങ് ഗൗണുണ്ടല്ലോ, വലിയ കുട്ടികളിടുന്ന ലോങ് ഗൗണൊക്കെ തയ്ക്കുന്നതിന് 500 തൊട്ടാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചൊരു പാടുള്ള പണിയാണ്. ഗൗണൊക്കെ സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് നല്ല ഫിനിഷിങ്ങിൽ കിട്ടുകയും ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ 500 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. പിന്നെ ചുരി ബോട്ടത്തിന് 250 രൂപയാണ് മേടിക്കുന്നത്. ചുരി ബോട്ടം തയ്ക്കുന്നവർക്ക് അറിയായിരിക്കും, കുറച്ച് പീസുകളെല്ലാം കൂടെ യോജിപ്പിച്ച് നല്ല പണിയാണത് തയ്ക്കാനായിട്ട്. അതിന് 250 രൂപയാണ് നമ്മൾ മേടിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ കിഡ്സിൻ്റെ നോർമൽ ഫ്രോക്ക്, സാധാരണ പ്ലീറ്റൊക്കെയുള്ള ഫ്രോക്ക് ഉണ്ടല്ലോ, അതിന് നമ്മൾ 350 രൂപയാണ് മേടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഏത് ഡിസൈനായാലും പീറ്റർ പാൻ കോളറായാലും എന്തായാലും ഞാൻ 350 രൂപ തന്നെയാണ് മേടിക്കുന്നത്. അപ്പോൾ കോളർ അല്ലെങ്കിൽ അങ്ങനെയുള്ളതിനൊക്കെ കൂടി എക്സ്ട്രാ ഒന്നും മേടിക്കാറില്ല കുട്ടികളുടെ കാര്യത്തിൽ. അപ്പോൾ ബാക്കിയുള്ളവർക്ക് മേടിക്കാം, എന്നാലും കുട്ടികളുടെ മേടിക്കാറില്ല. പിന്നെ വലിയ കുട്ടികളുടെ ഇതിന് നമ്മൾ 500 രൂപയാണ് കേട്ടോ മേടിക്കുന്നത്. വലിയ കുട്ടികളുടെ എന്ന് പറയുമ്പോൾ കുറച്ച് ലെങ്ത്തിൽ ചിലപ്പോൾ വേണം, ഫുൾ സ്ലീവ് വേണം, സ്ലീവിൻ്റെ അറ്റത്ത് എലാസ്റ്റിക് വേണം, അങ്ങനെയൊക്കെ പല ഭാഷണങ്ങളിൽ അവർ പറയുമല്ലോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എങ്ങനെ പോയാലും ഒരു 500 രൂപയാണ് മേടിക്കുന്നത്. അതിൽ കൂടാറില്ല. 450, 500 ആ ഒരു റേഞ്ചിലാണ് കേട്ടോ മേടിക്കുന്നത്. പിന്നെ അനാർക്കലി ഡ്രസ്സുണ്ട്. അനാർക്കലി എന്ന് പറഞ്ഞാൽ നമ്മൾ 12 പാനൽ ഡ്രസ്സുണ്ടല്ലോ, അങ്ങനത്തേന് 6 പാനൽ, 12 പാനൽ, അങ്ങനെ പാനലിൻ്റെ എണ്ണം കൂടുന്തോറും റേറ്റും കൂടും. കാരണം അത്രയും നമുക്ക് അടിച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ നല്ല പണിയുള്ള കാര്യമാണ്. അപ്പോൾ അതിനനുസരിച്ച് റേറ്റും കൂടും. വിത്ത് ലൈനിങ് അടക്കം. ലൈനിങ് മേടിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ റേറ്റ് കൂടും കേട്ടോ. ഒരു 600, 650 ആ ഒരു റേഞ്ചിൽ വരും. ഇനി നമ്മൾ ഓൾട്ടർനേഷന് മേടിക്കുന്നത് 40 രൂപയാണ് നൈറ്റി റീസ്റ്റിച്ചിങ് ചെയ്യുന്നതിന്. അതുപോലെ തന്നെ ചുരിദാറിൻ്റെയൊക്കെയാണെങ്കിൽ കൈ മാത്രം പിടിപ്പിച്ച് കൊടുക്കില്ലേ, അങ്ങനെയുള്ളതിനൊക്കെ ഞാൻ 40 രൂപയാണ് മേടിക്കുന്നത്. പിന്നെ ഷോൾഡറൊക്കെ അടിക്കുന്നതിനാണെങ്കിൽ, ഷോൾഡർ അടിച്ച് സ്ലിറ്റൊക്കെ കയറ്റി വയ്ക്കുന്നതിനാണെങ്കിൽ 60 രൂപ ആ ഒരു റേഞ്ചിലൊക്കെ മേടിക്കാം. അപ്പോൾ എല്ലായിടത്തും ഈ ഒരു റേറ്റ് തന്നെയാണെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. അപ്പോൾ ഓരോരുത്തർ സ്ഥലത്തും പല റേറ്റാണ്. അപ്പോൾ പലയിടത്തും കുറവാണ്. വില്ലേജ് ഏരിയയിൽ, റിമോട്ട് ഏരിയയിലൊക്കെ ആണെങ്കിൽ ഒരുപാട് കുറവാണെന്ന് എനിക്കറിയാം. അപ്പം നമുക്ക് ആ ഒരു ലൊക്കാലിറ്റിയിലുള്ളതല്ലേ മേടിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ഞാനിപ്പോൾ ഇത്രേ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അത്രയും മേടിക്കാൻ സാധിക്കില്ല. അവർ നോക്കുമ്പോൾ ഒരു നൂല് 5 രൂപ അല്ലെങ്കിൽ 10 രൂപയുടെ ഒരു നൂല് മാത്രം മതിയല്ലോ, പിന്നെ എന്താണ് ഇത്ര ചാർജ് എന്നൊക്കെ പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നാം. പക്ഷെ അത് തയ്ച്ചെടുക്കുന്നവരുടെ ബുദ്ധിമുട്ട് ശരിക്കും പറഞ്ഞാൽ തയ്ക്കുന്നവർക്ക് മാത്രമേ അറിയാവുള്ളൂ. അതിപ്പോൾ അവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പോൾ നമ്മുടെ കഷ്ടപ്പാടിൻ്റെ വില എത്രയെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ വാങ്ങുക. നമ്മുടെ ആ ഒരു സ്ഥലത്ത് എത്രയാണോ ചാർജ് ഉള്ളത് അത്രയും ചാർജ് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ തുടക്കക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. തുടക്കക്കാരായാലും അതുപോലെ തന്നെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളായാലും കഷ്ടപ്പാട് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഒരുപാട് ചാർജ് മേടിക്കാതെ നോക്കുക. അതുപോലെ തന്നെ തീരെ കുറച്ച് നമ്മുടെ ആ ഒരു തൊഴിലിൻ്റെ വില കളയുന്ന രീതിയിലുള്ള ചാർജ് മേടിക്കാതിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു റേഞ്ചിൽ നമ്മൾ മേടിച്ച് വലിയ കുഴപ്പമില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ സ്ഥലങ്ങളിൽ എത്രയാണ് ചാർജ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്കത് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ എല്ലാവരും. അപ്പോൾ അത്രയേ ഉള്ളൂ. പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.